മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ കഥ പറയുന്ന പനാമ കനാൽ താൻ ഇങ്ങെടുക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അവിടെ വെച്ചാൽ മതിയെന്ന പനാമ പ്രസിഡന്റ് ജോസ് റൗൾ മുലിനോയുടെ മറുപടി പോയ ദിവസങ്ങളിലെ പഞ്ച് ഡയലോഗുകളിലൊന്നാണ്. പനാമ കനാൽ പനാമയുടെ അധികാരത്തിലുള്ള സ്വത്താണെന്നും അതിൽ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള അധികാരമില്ലെന്നും ഭീഷണി തങ്ങളോട് വേണ്ടെന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നായ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ ജലപാതയാണ് പനാമ കനാൽ. പനാമ കനാലിനെ കുറിച്ചും അതിന്റെ നിലവിലെ തർക്കത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ലോക വ്യാപാരത്തിന്റെ നാഡിയായി മാറിയ പനാമ കനാൽ വഴി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് അന്യായ നിരക്ക് ഏർപ്പെടുത്തുമെന്നും അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നെന്ന സംശയവും ട്രംപിന്റെ ഭീഷണിക്ക് പിന്നിലുണ്ട്. ട്രംപും പനാമ പ്രസിഡന്റും തമ്മിലുള്ള ട്വിറ്റർ യുദ്ധം. ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയാണ് കനാൽ നിർമ്മിച്ചതെന്ന് പനാമയിലെ സർക്കാരിനെ ഓർമ്മിപ്പിച്ച ട്രംപ് ഇതിന്റെ നിയന്ത്രണം കൈമാറിയത് പനാമക്ക് മാത്രമായിരുന്നെന്നും ചൈനക്കോ മറ്റാർക്കെങ്കിലുമോ ആയിരുന്നില്ലെന്നും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കി. പനാമ കനാൽ തെറ്റായ കൈകളിൽ വീഴാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വീണ്ടും പോസ്റ്റ് ചെയ്ത തൻ്റെ തന്നെ വീഡിയോയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഞങ്ങളത് തെറ്റായ കൈകളിലേക്ക് വീഴാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ ശക്തമായ ഭാഷയിൽ തന്നെ അതിനോട് പ്രതികരിച്ച പനാമ പ്രസിഡന്റ് ജോസ് റൗൾ മൗലിനോ പനാമ കനാലിൻ്റെ ഓരോ ചതുരശ്ര മീറ്ററും അനുബന്ധ മേഖലയും പനാമയുടേതാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും വ്യക്തമാക്കി. പനാമയുടെ സ്വാതന്ത്ര്യമോ പൗരാധികാരമോ ആർക്കു മുമ്പിലും അടിയറ വയ്ക്കില്ല. അത് വിട്ടുവീഴ്ചക്കുള്ളതല്ല. ലോകത്ത് എവിടെയാണെങ്കിലും പനാമ എന്ന വികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഞങ്ങളുടെ പൗരന്മാർ. അത് ഞങ്ങളുടെ പോരാട്ട ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മാറ്റാനൊക്കാത്ത ചരിത്രമാണത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ മുലിനോ വ്യക്തമാക്കുന്നു. എന്നാൽ നമുക്ക് കാണാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ആർക്കെങ്കിലും പനാമ കനാലിനെ പറ്റി അറിയാമോ? മറ്റു പല വിഷയങ്ങളെയും പോലെ അമേരിക്ക ഈ വിഷയത്തിലും കബളിപ്പിക്കപ്പെടുകയാണ്. ഈ കനാൽ നമ്മൾ പനാമയിലെ ജനങ്ങൾക്ക് നൽകിയതാണ്. അന്നത്തെ ഒത്തുതീർപ്പ് വ്യവസ്ഥ മാനുഷികവും നിയമപരവുമായി എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ കനാൽ ഒരു നിബന്ധനയോ വ്യവസ്ഥയോ ഇല്ലാതെ അമേരിക്കയ്ക്ക് തിരിച്ചു ലഭിക്കണം. ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നും ട്രംപ് പറഞ്ഞു. ഇതിലൊന്നും തൃപ്തനാവാത്ത ട്രംപ് ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ ആശംസാ സന്ദേശത്തിൽ വീണ്ടും സ്നേഹത്തോടെ എന്നാൽ നിയമവിരുദ്ധമായി പനാമ കനാൽ കൈകാര്യം ചെയ്യുന്ന ചൈനയുടെ മികച്ച സൈനികർ ഉൾപ്പെട്ട എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. 10 വർഷം മുമ്പ് അതിൻ്റെ നിർമ്മാണത്തിനായി 38,000 പേരെ നഷ്ടപ്പെട്ട അമേരിക്ക എല്ലായ്പ്പോഴും അതിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റും ഉറപ്പുവരുത്താൻ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാനില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ ക്രിസ്മസ് ദിനത്തിൽ കുറിച്ചു. 44 ലക്ഷം മാത്രമുള്ള കൊച്ചു രാജ്യമായ പനാമ മധ്യ അമേരിക്കയിലെ ഏറ്റവും തെക്കുഭാഗത്തുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് പനാമ. 44 ലക്ഷമാണ് ജനസംഖ്യ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ രാജ്യമാണ്. ഈ രണ്ട് അമേരിക്കയ്ക്കുമിടയിൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒരു ഇസ്തമസ് ഉണ്ട്. കടലിലെ മണ്ണ്, എക്കൽ, പവിഴപ്പാറകൾ എന്നിവ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന തുരുത്ത് അല്ലെങ്കിൽ കരപ്രദേശമാണ് ഇസ്തമസ്. ഈ ഇസ്തമസിന്റെ തെക്കേ അറ്റത്തോട് ചേർന്നാണ് കേരളത്തിന്റെ 2 ഇരട്ടിയിലധികം വലിപ്പമുള്ള പനാമ സ്ഥിതി ചെയ്യുന്നത്. 77,082 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 44.7 ലക്ഷം ജനങ്ങളുമുള്ള രാജ്യമാണിത്. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ കോളനിയായിരുന്ന പനാമ 1903 സ്വതന്ത്രമായത്. പനാമയുടെ വരുമാനത്തിന്റെ ഏറിയ പങ്കും സംഭാവന ചെയ്യുന്നത് ഈ കനാലാണ്. പനാമയുടെ സ്വന്തം പ്രദേശത്ത് കനാൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് US ആണെങ്കിലും പനാമക്കാരുടെ രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ പനാമക്ക് കൈമാറേണ്ടിയിരുന്ന കനാൽ തിരിച്ചെടുക്കാനുള്ള ഏത് നീക്കവും വലിയ ആഗോള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കനാലിന്റെ സാമ്പത്തിക വ്യാപാര പ്രാധാന്യം അത്രമേൽ വലുതാണെന്നിരിക്കെ പ്രത്യേകിച്ചും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തിക്കും. ഏറ്റവും തിരക്കേറിയ ജലപാത. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നാണ് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ പനാമ കനാൽ. 1914 ഓഗസ്റ്റ് 15 കനാൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതെങ്കിലും ഈ കനാൽ നിർമ്മിക്കുക എന്ന സ്വപ്നത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കപ്പൽ യാത്രാ ദൂരം വളരെ കുറച്ച് സമുദ്ര ഗതാഗത
വളരെ എളുപ്പമാക്കിയതാണ് ഈ കനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദക്ഷിണ അമേരിക്കയെ വലം വെച്ച് പോന്നിരുന്ന കപ്പലുകൾക്ക് സമയവും ഇന്ധനവും വളരെയധികം ലാഭിച്ച് എളുപ്പത്തിൽ പസഫിക് സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്കും തിരിച്ചും യാത്ര സാധ്യമാക്കാൻ ഈ പനാമ കനാലിനായി. തെക്കേ അമേരിക്കയുടെ തെക്കേറ്റത്തുള്ള ഡ്രേക്ക് പാസേജും ഹോൺ മുനമ്പും വഴിയുള്ള ദൈർഘ്യമേറിയ ജലമാർഗമാണ് കനാൽ കുറച്ചു കൊണ്ടുവന്നത്. ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺ മുനമ്പ് ചുറ്റിയാണെങ്കിൽ 22,500 കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടിയത്. എന്നാൽ യാത്ര പനാമ കനാൽ വഴിയായതോടെ ഇത് വെറും 9,500 കിലോമീറ്ററായി ചുരുങ്ങി. ഇതുവഴി അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് സമുദ്രത്തിലെത്താൻ 8 മുതൽ 10 മണിക്കൂർ വരെ മതി. നിരവധി പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവൻ കൂടി നൽകിയാണ് 82 കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ആകെ 27,500 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് ഔദ്യോഗിക കണക്ക്. 38,500 പേർക്ക് ജീവൻ നഷ്ടമായെന്നും റിപ്പോർട്ടുകളുണ്ട്. 1880 ഫ്രാൻസാണ് കനാലിൻ്റെ നിർമ്മിതിക്ക് തുടക്കം കുറിക്കുന്നത്. ഈജിപ്തിലെ സൂയസ് കനാലിൻ്റെ നിർമ്മാതാവും ഫ്രഞ്ച് നയതന്ത്രജ്ഞനുമായ ഫെർഡിനാൻഡ് ഡി ലെപ്സപ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ഖനനം ആരംഭിച്ചത്. പ്രകൃതിദത്തമായ നിരവധി ആനുകൂല്യ സാഹചര്യങ്ങൾ കൂടി മുതലെടുത്തായിരുന്നു നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികളിൽ 21,500 പേർ മലേറിയയും മഞ്ഞപ്പനിയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെട്ടും നിർമ്മാണത്തിനുമിടയിലെ അപകടങ്ങളിൽ മറ്റുമായും മരിച്ചു. മണ്ണൊലിപ്പുകൾ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ വേറെയും അഭിമുഖീകരിക്കേണ്ടി വന്നതോടെ 22,000 ജീവനുകൾ $20 കോടി നഷ്ടമായെങ്കിലും 9 വർഷത്തെ കഠിനാധ്വാനത്തിനു ശേഷം 1889 ഫ്രാൻസിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഡി ലെപ്സപ്സിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ലീസ് ലെപ്സപ്സിനൊപ്പം കനാൽ ശ്രമത്തിൽ പങ്കാളിയായിരുന്ന ഫ്രഞ്ച് എഞ്ചിനീയർ ഫിലിപ്പ് ബുനൗവറില്ല കനാൽ കമ്പനി കൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുതിയതായി നിക്ഷേപമിറക്കി. 1901 കനാൽ നിർമ്മാണ ശ്രമങ്ങളിൽ അമേരിക്ക പങ്കാളിയാകുന്നത്. നിർദ്ദിഷ്ട കനാലിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയെ തുടർന്ന് 1902 ജൂൺ 19 പനാമ വഴി കനാൽ നിർമ്മിക്കുന്നതിന് US സെനറ്റ് അനുകൂലമായി വോട്ട് ചെയ്തു. 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ അന്ന് പനാമ രാജ്യം കൈവശം വച്ചിരുന്ന കൊളംബിയൻ വിദേശകാര്യമന്ത്രി തോമസ് ഹെറനുമായി പുതിയ കനാൽ നിർമ്മിക്കുന്നതിനുള്ള ഉടമ്പടിക്കായുള്ള ശ്രമങ്ങൾ നടത്തി. സാമ്പത്തിക വ്യവസ്ഥകൾ അസ്വീകാര്യമെന്ന് പറഞ്ഞ് കൊളംബിയയുടെ കോൺഗ്രസ് ഈ ഓഫർ അന്ന് നിരസിച്ചു. പിന്നാലെ പനാമയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് അമേരിക്ക പിന്തുണ നൽകുകയും പനാമ 1903 നവംബർ 3 കൊളംബിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതുതായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക് ഓഫ് പനാമ കനാൽ നിർമ്മാണത്തിന് US അനുമതി നൽകി. US പങ്ക് 1903 ഒപ്പുവെച്ച ഹേബു നൗവറില്ല ഉടമ്പടി പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കനാലിനായി 10 മൈൽ വീതിയുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ പനാമ തയ്യാറായി. പകരം പനാമക്ക് $10 മില്യൺ ഒറ്റത്തവണയായും വർഷത്തിൽ $2.5 ലക്ഷം നൽകാനും തീരുമാനമായി. ഉടമ്പടി പ്രകാരം $40 മില്യൺ ഓഹരികളും ആസ്തികളും US വാങ്ങി. US മേൽനോട്ടത്തിൽ 1904 കനാലിൻ്റെ ജോലികൾ ആരംഭിച്ചു. 10,000 ആളുകൾ, കൂടുതലും ബർബഡോസ്, മാർട്ടിനിക്, ഗോഡലൂപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പദ്ധതിയിൽ പ്രവർത്തിച്ചത്. പനാമ നിവാസികളും US നിന്നുള്ളവരും നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു. പനാമയുടെ സ്ഥലവും അമേരിക്കയുടെ സമ്പത്തും US ഫ്രാൻസിൻ്റെയും നിർമ്മാണ വൈദഗ്ധ്യവും കൂടിച്ചേർന്നാണ് നിർമ്മാണം പൂർത്തിയായത്. അമേരിക്കയുടെ നയതന്ത്ര സാങ്കേതിക രംഗത്തെ മികവിൻ്റെ കൂടി ഉദാഹരണമായി കനാൽ പിന്നീട് വാഴ്ത്തപ്പെട്ടു. 1914 നിർമ്മാണം പൂർത്തിയായ കനാലിൻ്റെ പൂർണ്ണ നിയന്ത്രണം 1977 വരെ അമേരിക്കക്കായിരുന്നു. 1977 സെപ്റ്റംബർ 7 ഒപ്പുവെച്ച പനാമ കനാൽ ഉടമ്പടി പ്രകാരം 1979 ഒക്ടോബർ 1 പനാമ കനാൽ സോൺ ഇല്ലാതായി. 1999 ഡിസംബർ 31 കനാൽ പൂർണ്ണമായും പനാമക്കാർക്ക് കൈമാറുമെന്നും ഉടമ്പടിയിലുണ്ടായിരുന്നു. റിപ്പബ്ലിക് ഓഫ് പനാമയുമായി സഹകരിച്ച് പനാമ കനാലും അനുബന്ധ സൗകര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനുമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയായി പനാമ കമ്മീഷൻ പ്രവർത്തിച്ചു. പനാമ കമ്മീഷൻ കരാർ പ്രകാരം 1979 മുതൽ പനാമക്ക് കനാൽ പ്രദേശത്ത് സ്വയം ഭരണാധികാരവും 1999 ഡിസംബർ 31 മുതൽ പൂർണ്ണ നിയന്ത്രണവും ലഭിച്ചു. കനാലിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി പനാമയിലുണ്ടായ പ്രതിഷേധങ്ങളാണ് ഈ കരാറുകളിലേക്ക് വഴിവെച്ചത്. പനാമയിലൂടെ പേരുള്ള ആദ്യ സംഘർഷം. കനാലിന് സമീപത്തുൾപ്പെടെയുള്ള US അമിത നിയന്ത്രണവും വിവിധ മേഖലകളിൽ നിന്ന് പനാമക്കാരെ ഒഴിവാക്കുന്നതും
തദ്ദേശീയരും US ഉദ്യോഗസ്ഥരും തമ്മിൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചു. 1950കളിൽ പനാമ സിറ്റിക്കും കനാൽ മേഖലക്കുമിടയിൽ മതിൽ സ്ഥാപിച്ചതും പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തി. പ്രതിഷേധം 1964 ജനുവരി 9 വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും 3 ദിവസം നീണ്ട സംഘർഷത്തിനിടെ 20ലേറെ പനാമക്കാർക്കും 4 US സൈനികർക്കും ജീവൻ നഷ്ടമായി. 500ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനുവരി 9 പനാമക്കാരായ വിദ്യാർത്ഥികൾ അമേരിക്കൻ പതാകയ്ക്ക് സമീപം പനാമയുടെ പതാക ഉയർത്താൻ കനാൽ മേഖലയിൽ പ്രവേശിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പതാക ഉയർത്തിയ വിദ്യാർത്ഥികളെ അമേരിക്കൻ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കളിയാക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പനാമക്കാർ പ്രതിഷേധം തുടങ്ങി. ഇതിനിടെ US സൈനികരെന്ന് സംശയിക്കുന്നവർ പനാമയുടെ പതാക കീറുകയും ഇത് വലിയ കലാപത്തിന് വഴിവെക്കുകയുമായിരുന്നു. US സൈനികർ നടത്തിയ ആക്രമണങ്ങളാണ് ആളുകളുടെ മരണത്തിനിടയാക്കിയത്. രക്തസാക്ഷി ദിനം എന്നറിയപ്പെടുന്ന ജനുവരി 9 പനാമയിലെ ദേശീയ അവധിയാണ്. പതാക സംഭവം അല്ലെങ്കിൽ പതാക പ്രതിഷേധം എന്നും ഇത് അറിയപ്പെടുന്നു. തുടർന്ന് 1977 സെപ്റ്റംബർ 7 വാഷിംഗ്ടൺ DC വെച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സും പനാമയും ഒപ്പിട്ട ടോറിസ് ജോർജ് കാർട്ടർ ഉടമ്പടി പ്രകാരമാണ് കനാൽ പനാമക്ക് കൈമാറിയത്. ആഗോള വ്യാപാരത്തിൻ്റെ നല്ലൊരു ശതമാനം വ്യാപാരവും നടക്കുന്ന ഈ കനാലിലൂടെ കാറുകൾ, പ്രകൃതിവാതകം, മറ്റു ചരക്കുകൾ എന്നിവ വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ, സൈനിക കപ്പലുകൾ തുടങ്ങിയവ ഉൾപ്പെടെ പ്രതിവർഷം 14,000 കപ്പലുകൾ വരെ യാത്ര ചെയ്യുന്നുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിൻ്റെ 40% ഈ വഴിയാണ് നടക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.